friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ 12 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 11 പ്ലേലിസ്റ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ പേപ്പർ 1 ആണ്. അതും കേരള സെറ്റിൻ്റെ പേപ്പർ 1, അതായത് ജനറൽ പേപ്പറിന് വേണ്ടിയിട്ടാണ് 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. കാണാത്തവർ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. നിങ്ങൾക്ക് 95% പോർഷനിൽ നിന്ന് നമ്മൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 100% ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മളുടെ ആ ഒരു വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വീഡിയോസിൽ നിന്നായിരിക്കും ഓൾമോസ്റ്റ് ഒരു 95% പോർഷനും ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ആൻഡ് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കൊമേഴ്സിന് വേണ്ടിയിട്ടാണ്. അതിൽ നമ്മൾ കുറച്ചധികം വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ എന്തായാലും കണ്ടിരിക്കണം. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിംഗിൾ ലൈനിലാക്കിയിട്ട് ഉള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ആൻഡ് ഈ ടോപ്പിക്ക് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷനിൽ നിന്ന് വന്നിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വിതൗട്ട് മച്ച് ടൈം ലെറ്റ്സ് മൂവ് ടു ആർ ഡിസ്കഷൻ. സോ ആദ്യം തന്നെ നമുക്ക് 4 ടൈപ്സ് ഓഫ് റിസ്ക് നോക്കാം. എല്ലാവർക്കും അറിയാം, ഓപ്പറേഷൻ റിസ്ക്, ബിസിനസ് റിസ്ക്, ഫിനാൻഷ്യൽ റിസ്ക് ആൻഡ് അസറ്റ് റിസ്ക് എന്ന് 4 ടൈപ്സ് ഓഫ് റിസ്ക് ആണ് നമുക്കുള്ളത്. ഓക്കെ, എല്ലാവർക്കും ഫുള്ളി കൺഫ്യൂഷൻ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഏരിയ ആണ് ഈ ഒരു മെയിൻ ഏരിയ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സെക്ഷൻ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, സോ ഓപ്പറേഷണൽ റിസ്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Operational risk summarizes the chances and uncertainty of a company faces in course of conducting its daily business activity. അപ്പോൾ ഓപ്പറേഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ഓർക്കുക, ഡെയിലി ബേസിസിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന കുറച്ച് റിസ്ക് അല്ലെങ്കിൽ ചാൻസസ് ഓഫ് അൺസർട്ടേണിറ്റി ആണ് ഓപ്പറേഷണൽ റിസ്കിൻ്റെ കീഴിൽ വരുന്നത്. ഓക്കെ, എന്താണ് ഓപ്പറേഷണൽ റിസ്ക് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ ചാൻസസ് ആൻഡ് അൺസർട്ടേണിറ്റി ഓഫ് ദ കമ്പനി ദറ്റ് ഫേസസ് ഇൻ കണ്ടക്റ്റിംഗ് ഇൻ ഡെയിലി ബിസിനസ് ആക്ടിവിറ്റി. ഡെയിലി നമ്മൾ ഫേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഓപ്പറേഷൻ റിസ്ക്. ഓക്കെ, ആൻഡ് ഓപ്പറേഷണൽ റിസ്ക് ഈസ് ഹെവ്ലി ഡിപ്പെൻഡൻറ്റ് ഓൺ ഹ്യൂമൻ ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് വരുന്നത്. ദ മിസ്റ്റേക്ക്, ഫെയിലിയർ ഡ്യൂ ടു ദ ആക്ഷൻ ആൻഡ് ഡിസിഷൻ മെയ്ഡ് ബൈ ദ കമ്പനീസ് എംപ്ലോയി. ആസ് എ ഹ്യൂമൻ ബീങ് അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ റിസോഴ്സ്, ആസ് എ എംപ്ലോയി നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷൻ എടുത്തത് തെറ്റിപ്പോയത് കൊണ്ടായിരിക്കും ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് എന്ന ടൈപ്പ് ഓഫ് റിസ്ക് വരുന്നത്. അതിനുള്ള എക്സാമ്പിൾസ് പറയുന്നത് ഇപ്പോൾ കമ്പ്യൂട്ടർ ഹാക്കിംഗ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഫ്രോഡ്, the failure to adhere to the internal policies. ഇതെല്ലാം എന്താണ്, നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ ഒരു ഓപ്പറേഷണൽ റിസ്ക് കൂടുന്നതും കുറയുന്നതും. സോ ഇനി എൻ്റെ ഫോളോ ചെയ്യുന്ന എൻ്റെ സ്റ്റുഡൻസിന് ഓപ്പറേഷണൽ റിസ്ക് എന്താണെന്നുള്ള ഒരു കൺഫ്യൂഷൻ പാടില്ല. ഓപ്പറേഷണൽ റിസ്ക് നമ്മൾ ഡേ ടു ഡേ നമ്മളുടെ കമ്പനിയിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് റിസ്ക് ആണ്. അത് നമ്മളുടെ ഡിസിഷൻ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് കൊണ്ടുണ്ടാവുന്ന ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഓപ്പറേഷണൽ റിസ്ക്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നൗ മൂവിങ് ടു ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് റിസ്ക്, അത് ബിസിനസ് റിസ്ക് ആണ്. ബിസിനസ് റിസ്ക് റെഫേഴ്സ് ടു ദ പോസിബിലിറ്റി ഓഫ് ദ കൊമേഴ്ഷ്യൽ ബിസിനസ് മേക്കിംഗ് ഇൻഅഡിക്വേറ്റ് പ്രോഫിറ്റ് ഡ്യൂ ടു അൺസർട്ടേണിറ്റീസ്. അതായത് ബിസിനസ് റിസ്ക് എന്താ, സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിൽ വരുന്ന കുറച്ച് റിസ്ക്, അത്രേ ഉള്ളൂ. അതായത് നമ്മളുടെ ഈ ഒരു കറണ്ട് സൊസൈറ്റിയിൽ, ഓക്കെ, നമ്മളുടെ ഈ ഒരു കറണ്ട് സിനാരിയോയിൽ, നമ്മളുടെ ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾക്കുണ്ടാവുന്ന കുറച്ച് ചേഞ്ചസ് ഉണ്ട്. ഓക്കെ, നമ്മളുടെ ബിസിനസ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ്സാണോ ആ ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സിൽ വരുന്ന ചേഞ്ചസിൻ്റെ കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു ബിസിനസ് റിസ്ക് വരുന്നത്. ഓക്കെ, അതിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ടേസ്റ്റ്, ചേഞ്ച് ഇൻ പ്രിഫറൻസ് ഓഫ് ദ കസ്റ്റമേഴ്സ്, സ്ട്രൈക്ക്, ഇൻക്രീസ്ഡ് കോമ്പറ്റീഷൻ, ചേഞ്ച്ഡ് ഇൻ ഗവൺമെൻറ് പോളിസീസ്, ഒബ്സലൻസ്. അങ്ങനെ ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നു, അല്ലെങ്കിൽ നമ്മളുടെ കോമ്പറ്റീഷൻ ഇൻക്രീസായി, സ്ട്രൈക്ക് വന്നു, ചേഞ്ച് ഇൻ പ്രിഫറൻസ് ഓഫ് ദ കൺസ്യൂമേഴ്സിൻ്റെ പ്രിഫറൻസ് മറ്റൊന്നിലേക്കായി, അങ്ങനെ വരുന്ന സിറ്റുവേഷനിലാണ് ഈ ഒരു ബിസിനസ് റിസ്ക് വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്മാൻ എന്ന് പറയുന്നത് ആളൊരു നൂൽപ്പാലത്തിലായിരിക്കുള്ളൂ. ഓക്കെ, സൂക്ഷിച്ച് നീങ്ങിയാൽ മാത്രം ആൾക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആൾക്ക് ലോസ് വരാം, ആൾക്ക് കുറേ അധികം റിസ്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ബിസിനസ് റിസ്ക് എന്താണെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഓപ്പറേഷണൽ റിസ്ക് എന്താണെന്ന് മനസ്സിലായി. ഓപ്പറേഷണൽ റിസ്ക് ഞാൻ ഒന്നും കൂടെ പറയുന്നു, ഡെയിലി വരുന്ന നമ്മളുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വരുന്ന റിസ്ക് ആണ് ഓപ്പറേഷൻ റിസ്ക്. ഓക്കെ, ആൻഡ്
The next risk we are going to discuss is financial risk. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഫിനാൻസ് ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് അല്ലേ. ദ പോസിബിലിറ്റി ഓഫ് ലൂസിങ് മണി ഓൺ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ ബിസിനസ് വെഞ്ചർ. സം മോർ കോമൺ ആൻഡ് ഡിസ്റ്റിങ്ക്ട് ഫിനാൻഷ്യൽ റിസ്ക് ഇൻക്ലൂഡ് ക്രെഡിറ്റ് റിസ്ക്, ലിക്വിഡിറ്റി റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക്. ഈ ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്ത ഓപ്പറേഷണൽ റിസ്ക് ഇല്ലേ, ഇതെല്ലാം വേണമെങ്കിൽ ഫിനാൻഷ്യൽ റിസ്കിൻ്റെ കീഴിൽ വരാവുന്നതാണ്. ലിക്വിഡിറ്റി റിസ്ക്, ഓപ്പറേഷണൽ റിസ്ക് ആൻഡ് ക്രെഡിറ്റ് റിസ്ക്. Financial risk is a type of danger that results in the loss of capital to be interested parties. So financial risk ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റഡ് റിസ്ക്. കാരണം പൈസ പോണ ഒരു കേസാണ് ഫിനാൻഷ്യൽ റിസ്ക്. ബാക്കിയുള്ള രണ്ട് റിസ്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരെണ്ണം ഓപ്പറേഷണൽ റിസ്ക്, നമുക്ക് ഡെയിലി വരുന്ന നമ്മളെ എംപ്ലോയീസിൻ്റെ ഭാഗത്തു നിന്ന് മിസ്റ്റേക്കാണ് ഓപ്പറേഷണൽ റിസ്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ബിസിനസ് റിസ്ക് ആണെങ്കിൽ അത് നമ്മളുടെ കയ്യിലല്ല, കാരണം അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. ഗവൺമെൻറ്റിൻ്റെ പോളിസീസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാലോ അല്ലെങ്കിൽ നമ്മൾക്ക് കോമ്പറ്റീറ്റേഴ്സ് കൂടിയാലോ സ്ട്രൈക്ക് വന്നാലോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ബിസിനസ് റിസ്ക് ആവുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ പൈസ പോണ കേസാണ്. ദാറ്റ്സ് ഇറ്റ്. അത്രേ ഓർത്താൽ മതി. ദ റിസ്ക് അൺഎബിൾ ടു കവർ റിക്വയർഡ് ഒബ്ലിഗേഷൻസ് സച്ച് എസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഡിവിഡൻഡ്. നമുക്ക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ പ്രിഫറൻസ് ഡിവിഡൻഡ് പോലും കവർ ചെയ്യാൻ പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് റിസ്ക് ആണ് ഫിനാൻഷ്യൽ റിസ്ക്. ഇനി മൂവിങ് ടു ദ ഫോർത്ത് ടൈപ്പ് ഓഫ് റിസ്ക്, ദാറ്റ് ഈസ് അസറ്റ് റിസ്ക്. അസറ്റ് റിസ്ക് എന്ന് പറയുമ്പോൾ എല്ലാ അസറ്റിനും അതിൻ്റേതായ റിസ്ക് ഉണ്ടാവും അല്ലേ. അസറ്റ് ഓൺഡ് ബൈ ദ ബാങ്ക് ഹൂസ് വാല്യൂ ചേഞ്ച് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ അത് നമുക്കൊരു റിസ്ക് ആണ് അല്ലേ. സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് സെറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻഷ്യൽ മിക്സിൻ്റെ ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ അപ്രോച്ചസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അപ്രോച്ചസ് മൂന്നായിട്ടാണ് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഹെഡ്ജിങ് ഓർ മാച്ചിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. എന്തൊക്കെയാണ്? ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച്, കൺസർവേറ്റീവ് അപ്രോച്ച് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. സോ ആദ്യം നമുക്ക് ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് എന്ന് പറയുന്ന അപ്രോച്ചിനെ നമുക്ക് നോക്കാം. ഈ ഒരു ഹെഡ്ജിങ് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച് വരുന്നത് ഇറ്റ് വിൽ ബി ബിറ്റ്വീൻ കൺസർവേറ്റീവ് ആൻഡ് അഗ്രസീവ്. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. സോ ബി ഫോക്കസ്ഡ്. എന്താണ്? കൺസർവേറ്റീവിൻ്റെയും അതുപോലെ തന്നെ അഗ്രസീവിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന ആ ഒരു അപ്രോച്ചാണ് ഹെഡ്ജിങ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ CHA, ച. അത് ഓർക്കേണ്ടത് എങ്ങനെയാണ്? കൺസർവേറ്റീവ്, ഹെഡ്ജിങ് ആൻഡ് അഗ്രസീവ്. കാരണം അഗ്രസീവിൻ്റെയും കൺസർവേറ്റീവിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്ന അപ്രോച്ചാണ് ഹെഡ്ജിങ് അപ്രോച്ച് അല്ലെങ്കിൽ മാച്ചിങ് അപ്രോച്ച്. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് അപ്രോച്ചിൽ മോഡറേറ്റ് റിസ്ക്കും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ആയിരിക്കും. ഒരു ഇൻ ബിറ്റ്വീൻ ഗെയിമാണ്, ഒരു സേഫർ സോൺ ഗെയിം. ഓക്കെ, ഫിനാൻസ്ഡ് ബൈ ദ ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് വർക്ക്സ് ഓൺ കാർഡിനൽ പ്രിൻസിപ്പിൾ ലോങ് ടേം സോഴ്സസ് വിത്ത് ദ ലോങ് ടേം. സോ ഈ ഒരു ടൈപ്പ് ഓഫ് ഹെഡ്ജിങ് അപ്രോച്ച് വർക്ക്സ് ഓൺ കാർഡിനൽ പ്രിൻസിപ്പിൾ ലോങ് ടേം സോഴ്സാണ് വിത്ത് ലോങ് ടേം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസർവേറ്റീവ് അപ്രോച്ചാണ്. കൺസർവേറ്റീവ് അപ്രോച്ചിൽ പറയുന്നത് ഫേം ഫിനാൻസിങ് ഓൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് വിത്ത് ദ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട്സ് വെച്ചിട്ടാണ് കൂടുതലും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഫേം ഫിനാൻസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഒരു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ്ഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലാണ് ഫിനാൻസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോവർ റിസ്ക്കും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും ലോ ആണ്. എന്താ പറഞ്ഞത്? ലോവർ റിസ്ക് ആണ്, അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റിയും ലോ ആണ്. ഓക്കെ, നമ്മൾ ഹെഡ്ജിങ്ങിൽ എന്താണ് പറഞ്ഞത്? അവിടെ മോഡറേറ്റ് ആണ്. റിസ്ക് ആണെങ്കിലും പ്രോഫിറ്റബിലിറ്റി ആണെങ്കിലും മോഡറേറ്റ് ആണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രസീവ് അപ്രോച്ചാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയൂ, അഗ്രസീവ് അപ്രോച്ചിൽ എങ്ങനെയായിരിക്കും? ഹൈ റിസ്ക്കും അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റബിലിറ്റിയും ഉണ്ടാകും നമ്മളുടെ അഗ്രസീവ് അപ്രോച്ചിൽ. വെറിൻ ഷോർട്ട് ടേം ഫിനാൻസ് ആർ യൂട്ടിലൈസ്ഡ് നോട്ട് ഓൺലി ടു ഫിനാൻസ് ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റൽ ബട്ട് ഓൾസോ റീസണബിൾ പാർട്ട് ഓഫ് പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ. ഫോക്കസ് ഓൺ ഹൈ പ്രോഫിറ്റ്. ഹൈ പ്രോഫിറ്റാണ് അഗ്രസീവ് അപ്രോച്ച് ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക്കും അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റ് ഉണ്ടാവും. പിന്നെ ഇവിടെ ഇവർ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ഫിനാൻസ് നമ്മളുടെ ആ ഒരു ടെമ്പററി വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടി മാത്രമല്ല, ഇവർ അതിൻ്റെ ഒരു ഭാഗം പെർമനൻറ്റ് വർക്കിംഗ് ക്യാപിറ്റലിനായിട്ടും യൂസ് ചെയ്യുമെന്ന്. ഓക്കെ, സോ അഗ്രസീവ് അപ്രോച്ചിൽ ഹൈ
റിസ്ക്കും അതുപോലെ തന്നെ ഹൈ പ്രോഫിറ്റബിലിറ്റി. ആൻഡ് ഹെഡ്ജിങ്ങിൽ നമ്മൾ പറഞ്ഞു മോഡറേറ്റ് റിസ്ക്കും മോഡറേറ്റ് പ്രോഫിറ്റബിലിറ്റി. ആൻഡ് കൺസർവേറ്റീവ് അപ്രോച്ചിൽ എന്താ പറഞ്ഞത്? ലോ റിസ്ക്കും ലോ പ്രോഫിറ്റബിലിറ്റിയും. ഓക്കെ, CHA എന്നാണ് നമ്മൾ പഠിച്ചത്. സിയിൽ വരുമ്പോൾ ലോ, അത് കഴിഞ്ഞ് എച്ച് വരുമ്പോൾ മോഡറേറ്റ്, ആൻഡ് ദെൻ അഗ്രസീവ് വരുമ്പോൾ എന്താണ്? ഹൈ. ഓക്കെ, CHA, സി വരുമ്പോൾ ലോ, എന്നിട്ട് മോഡറേറ്റ്, ദെൻ ഹൈ. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു നിമോണിക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റൈറ്റ്. നൗ ട്രേഡ് ഓഫ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത്ര മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ബിറ്റ്വീൻ ഹെഡ്ജിങ് ആൻഡ് കൺസർവേറ്റീവ്. ഹെഡ്ജിങ്ങിൻ്റെയും അതുപോലെ തന്നെ കൺസർവേറ്റീവ് അപ്രോച്ചിൻ്റെ ഇൻ ബിറ്റ്വീൻ വരുന്നതാണ് വാട്ട്? ട്രേഡ് ഓഫ് അപ്രോച്ച്. അപ്പോൾ നിങ്ങൾ അവിടെ സൈഡിൽ ഒന്ന് എഴുതിയിടുക HTC എന്ന് പറഞ്ഞ കമ്പനി നിങ്ങൾ കേട്ടിട്ടില്ലേ? HTC. അപ്പോൾ ആ ഒരു HTC ഓർത്താൽ മതി. H എന്ന് പറയുന്നത് ഹെഡ്ജിങ്, T എന്ന് പറയുന്നത് ട്രേഡ് ഓഫ്, ആൻഡ് കൺസർവേറ്റീവിൻ്റെ HTC. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? CHA, കൺസർവേറ്റീവ്, ഹെഡ്ജിങ് ആൻഡ് അഗ്രസീവ് അപ്രോച്ച്. അതാണ് നമ്മൾ CHAക്ക് പറഞ്ഞത്. ആൻഡ് ട്രേഡ് ഓഫ് അപ്രോച്ചിൽ വരുമ്പോൾ HTC, അതായത് ഹെഡ്ജിങ്, ട്രേഡ് ഓഫ് അപ്രോച്ച് ആൻഡ് കൺസർവേറ്റീവ്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദ പോയിന്റ്, റൈറ്റ്? ഇനി നെക്സ്റ്റ് പോയിൻ്റ് വേഗം ഒന്ന് പറഞ്ഞു പോകാം. പേ ബാക്ക് പീരീഡ്. അതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മിസ് ഔട്ട് ചെയ്തവർ എന്തായാലും മസ്റ്റായിട്ട് കണ്ടിരിക്കണം. പേ ബാക്ക് പീരീഡിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ വിൽ ബി ബെറ്റർ എന്നാണ്. ഓക്കെ, ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതിന് മാച്ച് ആയിട്ടുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. പേ ബാക്ക് പീരീഡ് എന്ന് പറയുമ്പോൾ ലോവർ വിൽ ബി ബെറ്റർ എന്ന് പറയുമ്പോൾ എത്ര ഇയേഴ്സിൽ കുറവാണോ നമുക്ക് കിട്ടുന്നത് അത്ര ബെറ്റർ. ഇനി ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത് സ്കാസിറ്റി ഓഫ് ക്യാപിറ്റലാണ്. ക്യാപിറ്റലിൽ നമുക്ക് വരുന്ന ഒരു സ്കാസിറ്റി. ഓക്കെ, ആ ഒരു സ്കാസിറ്റിനെയാണ് ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത്. ഇനി IRR, അതായത് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ മെത്തേഡ്, അത് ഒരു ടൈം വാല്യൂ ബേസ്ഡ് മെത്തേഡാണ്. അത് ഹയർ വിൽ ബി ബെറ്റർ. ഓക്കെ, ഇനി ട്രഡീഷൻ മെത്തേഡ് എന്ന് പറയുന്നത് ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അതുപോലെ തന്നെ ഇപ്പോൾ പേ ബാക്ക് പീരീഡ് മെത്തേഡ് ഇപ്പോൾ പറഞ്ഞില്ലേ, അതും ഒരു ട്രഡീഷൻ മെത്തേഡാണ്. ഓക്കെ, സോ ഈ 4 പോയിൻ്റ് മസ്റ്റായിട്ട് ഒന്ന് ഓർത്തിരിക്കണം. പേ ബാക്ക് പീരീഡ് എപ്പോഴും ലോവർ വിൽ ബി ബെറ്റർ. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറയുന്നത് സ്കാസിറ്റി ഓഫ് ക്യാപിറ്റൽ എന്നാണ്. ആൻഡ് IRR, ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ഹയർ വിൽ ബി ബെറ്റർ. ആൻഡ് ട്രഡീഷൻ മെത്തേഡ് ARR. ഓക്കെ, ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ. അണ്ടർസ്റ്റുഡ്? ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വേഗം പറഞ്ഞു പോവാം. നമ്മളൊരു ന്യൂമറിക് ബേസ്ഡ്, ഒരു നമ്പർ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട്സ് 2 തന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് എയും തന്നിട്ടുണ്ട്, പ്രൊജക്റ്റ് ബിയും തന്നിട്ടുണ്ട്. പ്രൊജക്റ്റ് എയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ 8 lakh ആണ്. അതുപോലെ തന്നെ IRR 16% ആണ്. ഓക്കെ, ഇനി പ്രൊജക്റ്റ് ബിയിലെ കേസ് എന്താണെന്ന് നോക്കാം. NPV, അതായത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ 7 lakhും അതുപോലെ തന്നെ ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ 18% ആണ്. ഓക്കെ, NPV നോക്കിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എയിൽ 8 lakhും പ്രൊജക്റ്റ് ബിയിൽ 7 lakhും. IRR നോക്കിക്കഴിഞ്ഞാൽ പ്രൊജക്റ്റ് എയിൽ 16%ഉം പ്രൊജക്റ്റ് ബിയിൽ 18%. ഓക്കെ, സോ 2 ഡിഫറെൻ്റ് ആണ്. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാനോടൊരു ഡൗട്ട് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു NPV വിൽ ബി ബെറ്റർ എന്നുള്ളത്. ഇവിടെയും അത് തന്നെയാണ് നമ്മളുടെ ആൻസർ. നമ്മളെപ്പോഴും നോക്കേണ്ടത് എന്താണ്? NPV വിൽ ബി മോർ എന്നുള്ള ഒരു പോർഷനിലേക്കാണ് നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത്. ഓക്കെ, NPV മോർ എന്നുള്ള ഒരു പോയിൻ്റാണ് ഇവിടെ നമ്മൾ നോട്ട് ഡൗൺ ചെയ്യേണ്ടത്. NPV പ്രൊജക്റ്റ് എയിൽ പറഞ്ഞത് 8 lakhും പ്രൊജക്റ്റ് ബിയിൽ പറഞ്ഞത് 7 lakh ആണ്. സോ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? NPV മോർ ആയിട്ടുള്ളത് പ്രൊജക്റ്റ് എ ആണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, so I hope this question is all clear to you. So with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's it for now. Thank you.